ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. ഇന്ന് നമ്മൾ രാവിലെ നാട്ടിലോട്ട് പോവുകയാണ്. എവിടെ പോകുവാണ്? നാട്ടിൽ പോണേണോ? ആരെയൊക്കെ കാണാനാ പോണത്? ഇപ്പോഴും ചാച്ചിയും മമ്മിച്ചിയും ഉപ്പാനയും മുത്തുമ്മനെയും. ഇത് ഏത് ബേബീനെ ഇവിടെ റെഡിയാക്കി ഇരുത്തേക്കുന്നത്? ഇവളെ കൊണ്ടുപോകണ്ടാ? ആഹാ, സൈറൂന്റെയും ബേബി അനബെല്ലാടെയും ഡ്രസ് കുറച്ച് മാച്ച് ആണല്ലോ, സെയിം കളർ ആണല്ലോ. ഇച്ചിരിയൊക്കെ സെയിം ആണ്, ബ്ലൂ ആണ്. മൂക്കിരിക്കാനായിട്ട് മൂക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പെട്ടിയാണ് വാങ്ങിച്ചത്. അപ്പോൾ അവൾക്ക് ഇരുന്ന് അവളെ ഇരുത്തിക്കൊണ്ട് നമുക്ക് ഉന്തിക്കൊണ്ട് പോകാം കേട്ടോ. അങ്ങനത്തെ ഒരു പെട്ടിയാണ് വാങ്ങിച്ചത്. ഞങ്ങൾ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇങ്ങനത്തെ പെട്ടി ഉണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ, എളുപ്പമായിരിക്കും. കാരണം നമുക്ക് പെട്ടിയും കുട്ടികളും എല്ലാവരും കൂടി പിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പെട്ടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 8:45 ഞങ്ങളൊരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ വന്ന് ഞങ്ങളിനി ഇവിടെ നിന്ന് നേരെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് IC എന്ന് പറയുന്നൊരു ട്രെയിൻ ഉണ്ട്. അതിൻ്റെ അകത്ത് കയറിയിട്ട് വേണം നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. അപ്പം നമുക്ക് പോകാം. ഇപ്പൊ ഞങ്ങളുടെ ട്രെയിൻ 9:49 ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറുണ്ട് എയർപോർട്ടിലേക്ക്. ഇത് ഈ ഒരു ട്രെയിനിന്റെ അകത്തുള്ള ടോയ്ലറ്റ് ആണ്. എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല വൃത്തിയുള്ളൊരു ടോയ്ലറ്റ് ആണ് കേട്ടോ ഇത്. ഞങ്ങളിപ്പോൾ ഈ ഒരു എയർപോർട്ടിന്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന്. ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാം. ഈ ഒരു സ്റ്റേഷൻ ഭയങ്കര വലിയൊരു സ്റ്റേഷനാണ്. ഇതിൻ്റെ അകത്ത് തന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ബേക്കറിയും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. ഇനി ഇതിന്റെ അകത്തുനിന്ന് നമുക്കിത് ആ ഒരു ട്രെയിൻ കണ്ടോ, അതും കൂടി കയറണം കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട്. ഞങ്ങളിപ്പോ ഈ ഒരു ട്രെയിനിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇത് ഭയങ്കര ചെറിയൊരു ട്രെയിനാണ്. ഇതിന്റെ അകത്ത് നമുക്ക് നിൽക്കുകയും ചെയ്യാം. പിന്നെ 2-3 സീറ്റുകളേ ഉള്ളു കേട്ടോ. പിന്നെ നമുക്ക് ഈ പെട്ടിയൊക്കെ വെക്കാനായിട്ടാണ് കേട്ടോ കൂടുതലും സ്പേസ്. ആ കാണുന്നതാണ് കേട്ടോ എയർപോർട്ട്. അവിടെ
ഇവിടുന്ന് ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ ഇവിടെ എത്താനായിട്ട്. നമ്മളിപ്പോ എയർപോർട്ടിന്റെ അകത്ത് കയറിയിട്ടുണ്ടേ. ഞങ്ങളിപ്പം ചെക്കിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. ഈ ഒരു എയർപോർട്ടിന്റെ അകത്ത് തന്നെ കുറച്ച് ഷോപ്പുകളൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇപ്പം 3:30-ക്കാണ്. ഇപ്പൊ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുള്ളു. അപ്പൊ അതിന്റെ അകത്തായിട്ട് തന്നെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ സൈറ് കളിക്കുവാണ് ഇപ്പം. ഇനി നമുക്ക് ഫ്ലൈറ്റിന്റെ അകത്തേക്ക് കയറാവേ. ഞങ്ങൾ എടുത്ത ഫ്ലൈറ്റ് എമിറേറ്റ്സ് ആണ്. നല്ല സൗകര്യമുള്ള ഒരു ഫ്ലൈറ്റ് ആണ്. ഞങ്ങൾ ഫസ്റ്റില് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ദുബായിലേക്കാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദുബായിൽ നിന്ന് നേരെ കൊച്ചിയിലേക്കാണ്. ഞങ്ങളുടെ നാട് വരുന്നത്, ഇക്കാടെ നാട് അരൂരാണ്, എന്റേത് ആലപ്പുഴയാണ് കേട്ടോ. അജായിക്കയുടെ വീട്ടിലേക്ക് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.25 മണിക്കൂറേ ഉള്ളൂ കേട്ടോ യാത്ര. ഇത് സൈറൂന് ഇവര് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇതൊരു കളറിംഗ് ബുക്കും പിന്നെ ഒരു ബാഗും ആണ് കേട്ടോ അവർക്ക് കിട്ടിയത്.
photographs from a wide range of products in the Emirates in-flight magazine, in your seatbelt, or order with your cabin crew. ഇപ്പൊ ഏകദേശം 1 hour കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ട്. ഇപ്പൊ അവര് ലഞ്ചിന്റെ മെനു നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അവര് ഫോട്ടോ എടുത്തു തരുവേ. ഇത് ഈ ഒരു ഫ്ലൈറ്റിന്റെ അകത്തുള്ള ടോയ്ലറ്റ് ആണ്. നല്ല നീറ്റായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു ടോയ്ലറ്റ് ആണ്. ഇപ്പൊ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് പാമ്പേഴ്സ് ഒക്കെ കിടത്തിയിട്ട് ചേഞ്ച് ചെയ്യിപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ആ ഒരു മലയുടെ മുകളിലൊക്കെ കാണുന്നത് മഞ്ഞാണേ. ഇപ്പൊ സൈറൂനുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ഫസ്റ്റിലെ അവര് കിഡ്സിനാണ് ഫുഡ് കൊടുക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്കുള്ള ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ്. നല്ല ഫുഡായിരുന്നേ, നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോഫിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. നല്ല ഭംഗിയുണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കാനായിട്ട്. ഞാൻ കുറേ നേരം പുറത്തേക്ക് നോക്കിയിരിക്കുവായിരുന്നേ. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. പുറത്തേക്ക് നോക്കിയിട്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ചെറിയ ലൈറ്റുകൾ മാത്രമേ കാണുന്നുള്ളൂ കേട്ടാ. ഇപ്പൊ ഇവര് ഇതിന്റെ അകത്ത് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ദുബായിൽ എത്തേണ്ട ടൈം കാണിച്ചിട്ടുണ്ട്. ഒരു 12 ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ ദുബായിൽ എത്തുന്നത്. അവിടെ നിന്നും അടുത്ത ഫ്ലൈറ്റ് ഒരു 3:12 അടുത്ത ഫ്ലൈറ്റ് വരുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നതിന് ഒരു 1.5 മണിക്കൂർ മുന്നേ ഞങ്ങൾക്കൊരു ഐസ്ക്രീമും കൊണ്ടു തന്നിട്ടുണ്ട്. ഇപ്പൊ നാട്ടിൽ പോകുന്നതിന്റെ സന്തോഷം കൊണ്ടായിരിക്കും ഞങ്ങൾ 3 പേരും ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടാ. ഫുള്ള് ഞങ്ങളിങ്ങനെ സംസാരിച്ചും പിന്നെ ഞങ്ങൾ ഈ ഒരു ഫിലിമും ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കുവായിരുന്നേ. ഇപ്പൊ ഏകദേശം ഒരു 12 ആയപ്പോഴേക്കും തന്നെ ഞങ്ങൾ ദുബായ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടേ. ഞങ്ങളിപ്പോ ഇവിടെ വരുന്ന വഴിക്ക് ബുർജ് ഖലീഫ ഉണ്ടായിരുന്നു കേട്ടോ പുറത്തേക്ക് നോക്കിയപ്പോഴേക്കും. പക്ഷെ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് അത് അത്ര ക്ലിയർ അല്ലായിരുന്നേ. അപ്പൊ തിരിച്ച് നമ്മൾ ഈ ഒരു സെയിം റൂട്ട് തന്നെയാണ് പോണത്. പകലായിരിക്കും. അപ്പൊ ഞാൻ ഉറപ്പായിട്ടും അതിന്റെ വീഡിയോ ചെയ്യാവേ.
ഈ ഒരു എയർപോർട്ടിന്റെ അകത്ത് കുറേ ഷോപ്പുകളുണ്ട്. ഈ ഒരു എയർപോർട്ട് ഭയങ്കര വലിയ എയർപോർട്ടാണ്. ഞങ്ങൾക്ക് കിട്ടിയത് C5 ആണ്. ഇപ്പൊ C19 ആയിട്ടുള്ള കേട്ടോ. ഇനിയും കുറെ ഉണ്ട് നടക്കാനായിട്ട്. ഈ ഒരു ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് അടുത്ത ഫ്ലൈറ്റ് 3:12 ഇപ്പൊ ഒരു 3 മണി ആയപ്പോഴേക്കും ഞങ്ങള് ഫ്ലൈറ്റിന്റെ അകത്ത് കേറിയിട്ടുണ്ട്. ഇപ്പൊ അവര് ബ്രേക്ക്ഫാസ്റ്റിന്റെ മെനു കൊണ്ട് തന്നിട്ടുണ്ട്. ഇതാണ് മോക്ക് ഈ ഒരു ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ്. ഇതും ചെറിയൊരു ബാഗും ഒരു കളറിംഗ് ബുക്കും ആണ് കിട്ടിയത്. ഇപ്പൊ മോക്കുള്ള ഫുഡ് അവര് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവള് നല്ല ഉറക്കമാണ്. കാരണം നമ്മൾ മറ്റേ ഫ്ലൈറ്റിൽ കയറിയപ്പോഴേക്കും അവൾ ഒട്ടും ഉറങ്ങിയില്ലായിരുന്നു. ഫുള്ള് പുറത്തേക്ക് നോക്കുകയും പിന്നെ ഗെയിമുകളൊക്കെ ആയിരുന്നേ. അപ്പൊ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴേക്കും അവൾ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അവക്കിനി കൊടുക്കണം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ അവക്ക് കിട്ടിയത്. ഇപ്പൊ ഞങ്ങൾക്കുള്ള ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ ഈ ഒരു ഫുഡ്. ഇന്നലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് 8:45 ഇറങ്ങിയതാണ്. ഇന്നിപ്പോ 8:25 നമ്മളിന്ന് കൊച്ചിയിലെത്തുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 8:15 ആകാറായിട്ടുണ്ട്. ഞങ്ങളപ്പം കൊച്ചി എത്താറായി. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ ഉള്ളില്. ഇത്രയും യാത്ര ചെയ്തതിന്റെ ക്ഷീണവും ഉണ്ട്. പിന്നെ നമ്മള് നാട്ടിൽ പോകുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. എവിടെ എത്തി? നാട്ടിലാ? ഹാപ്പിയാണോ? ഇപ്പൊ അകത്തുനിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവേ.
ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാട്ടോ ആരൊക്കെയാണെന്ന്. എൻ്റെ വാപ്പയും ഉമ്മി, പിന്നെ അജായിക്കയുടെ വാപ്പ, പിന്നെ 2 സിസ്റ്റേഴ്സ്, അവരുടെ മക്കളുമാണ്. ആ വീഡിയോ എടുത്തത് എൻ്റെ ബ്രദറാണ്. ഇതെന്റെ ബ്രദറാണ്. ഞങ്ങൾ എല്ലാരും കൂടി ഇപ്പം ഫസ്റ്റ് പോകുന്നത് അജായിക്കയുടെ വീട്ടിലേക്കാണ്. അജായിക്കയുടെ വീട്ടിലേക്ക് ഈ ഒരു കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മതിയേ. അപ്പൊ ഇവരെല്ലാരും കൂടി ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.